രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഗവൺമെന്റിന്റെ കളിയാണ്. ഗവൺമെന്റാണ് ജാമ്യം കൊടുക്കരുതെന്ന് നിർബന്ധിക്കുന്നത്. ഗവൺമെന്റ് ഇത്തരമൊരു വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നതിന്റെ അർത്ഥം സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. കോടതി വിധിയെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഇവിടെ അനാവശ്യമായ വകുപ്പുകൾ ചേർത്ത് ഇവിടെ രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചത് പോലീസും ഗവൺമെന്റുമാണ്. ആ ഗവൺമെന്റ് നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണോ സമരങ്ങൾ നടക്കുന്നത്, പ്രതിഷേധങ്ങൾ നടക്കുന്നത്? സമരവും പ്രതിഷേധവും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നതാണ്. എന്നാൽ രാഹുൽ മാക്കൂട്ടത്തെ വെളുപ്പിനെ പോലീസ് പോയി അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള കാരണമുണ്ടാക്കിയത് പോലീസും ഗവൺമെന്റുമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. ഗവൺമെന്റിന്റെ ഏകാധിപത്യ നടപടികൾക്കെതിരായി ശക്തമായ പ്രക്ഷോഭവുമായി UDF-ഉം കോൺഗ്രസ് പാർട്ടിയും മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരും. ഇത് ഭരണകൂടത്തിന്റെ വികൃതമായ മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകാധിപത്യ ഭരണത്തിന്റെ വികൃതമായ മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇങ്ങനെ അടിച്ചമർത്താൻ നിങ്ങൾ കരുതണ്ട. ശക്തമായി തന്നെ കോൺഗ്രസ് പാർട്ടി ഇതിൽ മുന്നോട്ട് പോകും. ജനങ്ങളുടെ പിന്തുണയോടെ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അക്രമത്തിന് ആഹ്വാനം ചെയ്തു, വനിതാ പ്രവർത്തകരെ മുൻനിർത്തി പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കോടതിയിൽ നിന്ന് ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പുകൾ മുഴുവൻ ചേർത്ത് കള്ളത്തരങ്ങളും അവാസ്തവമായ കാര്യങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഇവിടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള പോലീസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സമരം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശം പിണറായി വിജയന്റെ മുമ്പിൽ പണയം വെക്കാൻ കേരള ജനതയെ കിട്ടില്ല എന്ന് തെളിയിക്കാൻ പോകുന്ന പ്രക്ഷോഭങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. പാർട്ടി ശക്തമായി തന്നെ അതിനെ നേരിടും. സമാധാനപരമായ സമരങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും എതിർ ശബ്ദങ്ങളെയും മുഴുവൻ അടിച്ചമർത്താമെന്നുള്ള കേരള മുഖ്യമന്ത്രിയുടെ വിചാരം അസ്ഥാനത്താണെന്ന് തെളിയിക്കുന്ന സമര പരമ്പരകൾ കേരളത്തിലുണ്ടാകും. മഹാരാഷ്ട്രയിലെ സീറ്റ് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുക, എത്രത്തോളം ഫലവത്തായ ചർച്ചയാണ്? വളരെ സൗഹാർദ്ദപരമായ നിലയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ശിവസേനയും NCPയും രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടിയിലുള്ള പ്രതികരണം ആണ് നടത്തിയത്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. കോടതി നടപടിയെ അദ്ദേഹം വിമർശിക്കുന്നില്ല. അതേസമയം പോലീസും സർക്കാരും രാഹുലിന് ജാമ്യം നിഷേധിക്കാനുള്ള നടപടികൾ ബോധപൂർവമായി സ്വീകരിച്ചു. രാഷ്ട്രീയ സമരമാണ് നടന്നത്, പക്ഷേ ഭരണകൂട വേട്ടയാണ് നടക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. സമാധാനപരമായ തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.